പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്രതീക്ഷിതമായ ഏറ്റ തിരിച്ചടിയെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ഉമയുടെ മുന്നിൽ. ഉമയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരികയും ചെയ്തതിനെ തുടർന്ന് ഉമയോട് ഇനിയും തൻ്റെ ജീവിതത്തിലേക്ക് ഒരു ശല്യമായി വരരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കൃഷ്ണ. മാത്രവുമല്ല, ഇനി ഇങ്ങനെ ക്ഷമിക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. തൻ്റെ ജീവിതത്തിൽ ഒരാൾക്ക് മാത്രമാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതെൻ്റെ കാവ്യയാണ്. കാവ്യ അല്ലാതെ മറ്റാരെയും തൻ്റെ ഭാര്യയായി കാണുന്നതിനായി എനിക്ക് സാധിക്കുകയില്ല. അത് ഞാൻ പണ്ടേ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ പിന്നെ മുത്തിനെ കിഡ്നാപ്പ് ചെയ്തു കൊണ്ടുപോയി ബ്ലാക്ക് മെയിൽ ചെയ്താണ് എന്നെ സ്വന്തമാക്കാൻ ശ്രമിച്ചത്. അങ്ങനെ ഞാൻ നിന്നെ താലി കെട്ടിയാലും ഒരിക്കലും നിന്നെ ഞാൻ അംഗീകരിക്കുകയില്ലായിരുന്നു. എനിക്കൊരിക്കലും നിന്നെ ആ സ്ഥാനത്ത് കാണാൻ കഴിയുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ ഞാൻ നിന്റെ അടുത്ത് കാണിച്ച അടുപ്പം ആദ്യമേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതല്ലേ. പക്ഷേ കൃഷ്ണ, എനിക്ക് അതൊന്നും മറക്കാൻ സാധിക്കുന്നില്ല. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഞാൻ ആദ്യമേ ഈ കാര്യങ്ങളെല്ലാം വിശദമായി നിന്നോട് സംസാരിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ കരാറിൽ എത്തിയത്. അത് നീയാണ് തെറ്റിച്ചത്. ഞാൻ വീണ്ടും വീണ്ടും നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ മനസ്സിൽ കാവ്യയ്ക്കുള്ള സ്ഥാനം മറ്റാർക്കും സ്വന്തമാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത്. അത് നീയാണ് വീണ്ടും വീണ്ടും തെറ്റിദ്ധരിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും തന്നെ ഈ കാര്യത്തിൽ ചെയ്യുന്നതിനായി സാധിക്കുകയില്ല. എല്ലാം നിന്റെ മാത്രം തെറ്റാണ്. നിനക്ക് മാത്രമേ ആ തെറ്റ് തിരുത്തുന്നതിനായി സാധിക്കുകയുള്ളൂ. എനിക്ക് ഈ കാര്യത്തിൽ നിന്നെ സഹായിക്കാൻ സാധിക്കുകയില്ല എന്ന് തുറന്നു പറയുന്ന കൃഷ്ണ, നീ തന്നെ നിന്റെ ജീവിതം മാറ്റിയെടുക്കണം എന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ഉമ്മയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആവുകയും ഇതേ തുടർന്ന് കാവ്യയുടെ കഴുത്തിൽ താലി കെട്ടി തിരികെ വീട്ടിലേക്ക് കൃഷ്ണ എത്തുകയും ചെയ്യുന്നു. വീണ്ടും കാവ്യയുടെ കഴുത്തിൽ താലി കിടക്കുന്നത് കാണുന്ന ജയമോഹിനി ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അച്ഛൻ വീണ്ടും അമ്മയുടെ കഴുത്തിൽ അമ്പലത്തിന്റെ മുന്നിൽ വെച്ച് തന്നെ താലി കെട്ടിയിരിക്കുകയാണ് എന്ന് മുത്തു പറയുന്നു. എന്നെ തട്ടിക്കൊണ്ടുപോയത് ഉമ്മയാൻറ്റി ആയിരുന്നു. മാത്രവുമല്ല, അച്ഛനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് വിവാഹം കഴിക്കാനാണ് ഉമ്മയാൻറ്റി ശ്രമിച്ചത്. പക്ഷേ എന്നെ രക്ഷിക്കുന്നതിന് കൃത്യസമയത്ത് മണിക്കുട്ടി വരികയും അമ്മയും മണിക്കുട്ടിയും ചേർന്നുള്ള സുപ്രധാനമായ നീക്കത്തിലാണ് ആ ഗുണ്ടകളെ പിടിച്ചുകെട്ടാൻ സാധിച്ചത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായുള്ള ഈ വഴിത്തിരിവുകൾ ജയമോഹിനിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു. മാത്രവുമല്ല, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ആലോചിക്കുന്ന ജയമോഹിനി കാവ്യയുടെ അടുത്തേക്ക് ചെല്ലുകയും കാവ്യയോട് ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞ് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയാം. പക്ഷേ അതെല്ലാം നിന്റെ നല്ലതിനു വേണ്ടിയായിരുന്നു. നിനക്ക് കൃഷ്ണയുമായി ജീവിക്കുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ നീ അങ്ങനെ തന്നെ ജീവിക്കുന്നതാണ് നല്ലത്. അതിൽ എനിക്ക് യാതൊരു എതിർപ്പുമില്ല. നിന്റെ കൂടെ നിൽക്കുന്നതിന് ഞാൻ തയ്യാറാണ് എന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്ന ജയമോഹിനി ഇതേ തുടർന്ന് കൃഷ്ണയോട്, കൃഷ്ണയെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതെല്ലാം എൻ്റെ മോൾക്ക് വേണ്ടി തന്നെയാണ്. അതിൽ എനിക്ക് യാതൊരു കുറ്റബോധവുമില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് അമ്മയുടെ കാര്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുന്ന കൃഷ്ണ ഇനി യാതൊരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കുന്നതിന് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ് എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം മണിക്കുട്ടിയുടെ അടുത്തേക്ക് കടന്നു വരുന്ന മുത്ത്, എൻ്റെ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്. ഞാൻ ഇപ്പോഴും നിന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു. മാത്രവുമല്ല, നിന്റെ കഴിവുകളിൽ എനിക്ക് ഒരുപാട് അസൂയയും തോന്നിയിട്ടുണ്ട്. നീ എന്നേക്കാൾ
മികച്ചവൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നിന്നെ അടിച്ചമർത്തുന്നതിനായി ഞാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊന്നും ശരിയല്ല എന്നും തിരിച്ചറിയുകയാണ് ഞാനിപ്പോൾ. നീ എൻ്റെ സഹോദരി തന്നെയാണ്. ഞാനെപ്പോഴും നിന്നെ സഹോദരിയല്ല എന്ന് തന്നെയാണ് പറയാറുള്ളത്. പക്ഷേ എനിക്കൊരു ആവശ്യം വന്നപ്പോൾ എൻ്റെ ജീവൻ രക്ഷിക്കുന്നതിനായി നീയാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ നീ ചെയ്ത കാര്യങ്ങളെല്ലാം എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. ഞാൻ നിന്നെ ഇത്രയും നാൾ ഉപദ്രവിച്ചതിലും സ്കൂളിൽ പോകാൻ അനുവദിക്കാത്തതിലുമെല്ലാം ഞാൻ മാപ്പ് പറയുകയാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് മുത്ത് എന്നോട് മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നീ എൻ്റെ സഹോദരിയാണ്. നീ എന്നോട് തെറ്റ് ചെയ്താലും അതെല്ലാം മനസ്സിലാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ചേച്ചിയുടെ കടമയാണ്. അത് ഞാൻ നിറവേറ്റി എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇനി ഒരു കണ്ടീഷൻ കൂടി എനിക്ക് മണിക്കുട്ടിയുടെ മുൻപിൽ വയ്ക്കാനുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് മുത്ത്. അതെന്താണ് എന്ന് ചോദിച്ചതിനെ തുടർന്ന്, അച്ഛാ, ഇവളെയും എൻ്റെ കൂടെ സ്കൂളിലേക്ക് വിടണം. മാത്രവുമല്ല എനിക്ക് കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും ഇവൾക്കും കൊടുക്കണം എന്ന് തന്നെയാണ് ഞാനിപ്പോൾ പറയുന്നത്. ഞാൻ ആദ്യം ഇവൾ സ്കൂളിൽ പോകുന്നത് അസൂയ കൊണ്ടാണ് മുടക്കാൻ ശ്രമിച്ചത്. പക്ഷേ നല്ല വിവരവും ബുദ്ധിയുമുള്ള പെൺകുട്ടിയാണ് മണിക്കുട്ടി. അവൾ സ്കൂളിലേക്ക് പോവുകയാണ് എങ്കിൽ വളരെ ഉയരങ്ങളിൽ എത്തുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ് എന്നും അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ഇനി മുതൽ അവളും വരണമെന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന കാവ്യയും കൃഷ്ണയും അത് നടപ്പിലാകുമെന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ്. മണിക്കുട്ടി സ്കൂളിലേക്ക് പോവുക തന്നെ ചെയ്യും. ഇത് കേൾക്കുന്ന മണിക്കുട്ടിക്കും വളരെയധികം സന്തോഷമാവുകയും മുത്തിനെ വന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ അവരുടെ ലൈഫ് മറ്റൊരു ദിശയിലേക്ക് പോവുകയാണ് എന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണ്. എന്നാൽ ഇതേ സമയം നീരജയുമായുള്ള കുടുംബ ബന്ധം ഇനി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന ഭരത് തൻ്റെ തെറ്റുകൾക്ക് മാപ്പ് പറയണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.